ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴദൂരം മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ പനിച്ച് വിറച്ച് വല്ലാത്തൊരു അവസ്ഥയെ കിടക്കണം. അപ്പോൾ ഒരു ചുക്ക് കാപ്പി കുടിക്കുന്നത്. അപ്പോൾ ചുക്ക് കാപ്പി കുടിച്ച് അങ്ങനെ വിശ്രമിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഷാജിയെ കാണിക്കുകയാണ്. അപ്പോൾ ഷാജിയുടെ അടുത്തേക്ക് ഈ രോഹിത് വന്നിട്ട് കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഷാജിയേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്, ഷാജിയേട്ടൻ അകത്തേക്ക് കയറി വന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട, ഞാൻ ഇവിടുത്തെ നിന്നുള്ള കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ അതൊന്നും വേണ്ട ഷാജിയേട്ടാ, ഇത്രയും വന്നിട്ട് ഷാജിയേട്ടൻ വീട്ടിലേക്ക് കയറാതിരിക്കുന്ന മോശമല്ലേ, കയറി വാ ഷാജിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിയേട്ടൻ്റെ വീട്ടിലേക്ക് കയറ്റുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ശരണ്യ അമ്മയും കൂടി ആ സെറ്റിലിരുന്ന് ഇങ്ങനെ വീടൊക്കെ മുഴുവൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശരണ്യാണെങ്കിൽ ദൈവമേ എന്ത് വലിയ വീടാണല്ലേ അമ്മേ, ഇവിടെ എവിടെയായിരിക്കും അലീന ചേച്ചി കിടക്കുന്നുണ്ടാവുക, അലീന ചേച്ചി ഇവിടുത്തെ വേലക്കാരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ മോളെ, അലീന ഇവിടുത്തെ വേലക്കാരിയാ, അലീന ഏതെങ്കിലും അടുക്കളപ്പുറത്ത് ഏതെങ്കിലും ഒരു റൂമിലായിരിക്കും കിടക്കുന്നുണ്ടാവുക എന്നൊക്കെ ഈ അമ്മയും പറയാ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത്തും ഷാജിയും കൂടി കയറി വരികയാണ്. അപ്പോൾ ഷാജി അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളും ഇവരോട് ശരണ്യോടൊക്കെ സംസാരിക്കണം, നമുക്ക് ഏതായാലും അലീനയെ ഒന്ന് കാണണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് തീർച്ചയായിട്ടും അലീനയെ കാണണം. അപ്പോൾ ബബിതയും അതേപോലെ തന്നെ കൃഷ്ണമോളും കൂടി വരികയാണ്. അപ്പോൾ ബബിതയെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഈ ബബിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെ എല്ലാവരെയും കൂടി ഇങ്ങനെ ചാടി എണീക്കുകയാണ്. ഇതാണ് ശരണ്യ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശരണ്യെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് ഭയങ്കര സങ്കടവും സഹതാപവും ഒക്കെ ഇങ്ങനെ തോന്നുകയാണ്. ഇത് ശരണ്യയുടെ അമ്മയാണെന്നും ഇത് ഷാജിയേട്ടനാണെന്നും പറയണം. ഷാജിയേട്ടൻ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടല്ലോ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു എന്ന് ബബിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കേ അപ്പം നിങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ന്യൂസിലും വന്നോ ദൈവമേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ ഷാജിയേട്ടനാണ് അതിൽ മുൻഗണന, നല്ല ഹീറോയെ പോലെ അല്ലേ ഷാജിയേട്ടൻ രക്ഷക്കായിട്ട് എത്തിയത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരണ്യനെ കുറിച്ച് പറയുകയാണ്. ശരണ്യക്ക് അലീനയെ കാണുന്നൊരാഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അലീനയെ ഞങ്ങൾക്കൊന്ന് കാണാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെന്താ, അലീന ചേച്ചിയെ കാണാമല്ലോ, വാ നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് ഷാജിയേട്ടൻ വരുന്നുണ്ടോ, ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി കണ്ടിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ബബിത അലീനയുടെ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും എന്തെടുക്കുകയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല മോളെ, ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അല്ല അലീന ചേച്ചിക്കേ കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടെന്ന് പറയണം. ഗസ്റ്റുകളോ, അതാരാണ് ഗസ്റ്റുകൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദാ വരുന്നു നമ്മുടെ ശരണ്യ അമ്മയും കൂടി. അപ്പോൾ ശരണ്യക്ക് അലീനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം. അലീന പതിയെ അവിടെ നിന്ന് എണീക്കണം മോളെ ശരണ്യെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ശരണ്യ വന്ന് അലീനയെ അങ്ങോട്ട് പിടിക്കുകയാണ്. എൻ്റെ ചേച്ചി, എൻ്റെ അലീന ചേച്ചിക്ക് പനിയാണല്ലേ മോളെ, നീ എന്താ ചെയ്യുന്നത്, പനി നിനക്ക് പകരും, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അലീന ചേച്ചിയുടെ പനിയെ ഭയങ്കര ഇഷ്ടം, എനിക്ക് പകരണമെങ്കിൽ അങ്ങോട്ട് പകരട്ടേന്നേ, എനിക്കതിന് യാതൊരു കുഴപ്പമില്ല മോളെ, ഇത് വൈറസാണ്, അലീന ചേച്ചിയല്ല ഈ പനി കൊണ്ടുവന്നത്, അതെ ശരിക്കും പകരും, എന്നിട്ട് തളർന്ന് കിടക്കേണ്ടി വരും, സാരമില്ലെന്നേ, ആ വൈറസ് എന്നെ പിടിക്കണമെങ്കിൽ അങ്ങോട്ട് പിടികൂടട്ടെ, ഞാൻ എൻ്റെ അലീന ചേച്ചിയെ സ്നേഹിക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് ഭയങ്കര സ്നേഹം കാണിക്കുകയാണ് ഈ ശരണ്യ. അങ്ങനെ ശരണ്യ അലീനയുടെ മുഖത്ത് ഇങ്ങനെ തലോടി കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ മോളെ കാണിക്കുന്നത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അലീന ചേച്ചി ഒന്ന് കാണട്ടെന്നേ, എത്ര നാളായി ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടിട്ട്, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി. അപ്പം ബബിതയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ശരണ്യക്ക് ഇത്രയ്ക്ക് സ്നേഹം ഈ അലീനയോട് ഉണ്ടായിരുന്നോ എന്ന് വരെയും ബബിത ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരണ്യയുടെ അമ്മയും പറയണം, അതെ അവൾക്ക് പനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ അവിടെ എനിക്കൊരു മനസ്സമാധാനം തരുന്നുണ്ടായിരുന്നില്ല ശരണ്യ, എനിക്ക് അലീന ചേച്ചി ഇപ്പം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പിടിവാശി, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഷാജിയുടെ ഓട്ടോറിക്ഷയൊക്കെ വന്നത്, എന്നിട്ട് ഷാജിയേട്ടൻ എവിടെയെന്ന് പറഞ്ഞപ്പോഴേക്കും ഷാജി പുറത്തുണ്ടെന്നും പറയുകയാണ് അലീനയോട്. അപ്പോൾ നമ്മുടെ ബബിത ചോദിക്കുകയാണ് ചായയാണോ കാപ്പിയാണോ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അതൊന്നും വേണ്ടാന്നേ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ അലീന മോളെ ബബിതേ ഒരു ചായ ഇട്, കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയാം. അലീന ചേച്ചിക്ക് എന്താ വേണ്ടത് എന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ ഏതായാലും ചുക്ക് കാപ്പി ഇപ്പം കുടിച്ചതേ ഉള്ളൂ, ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ബബിത അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ചോദിക്കുകയാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും ദേഷ്യം അലീന മോളോടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ദേഷ്യമൊന്നുമില്ല, പിന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ, ആ സ്നേഹം ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. എൻ്റെ അലീന ചേച്ചിയെ കണ്ടെനിക്ക് മതിയും കൊതിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ, അതിനു വേണ്ടിയല്ലേ ഞാനിവിടെ പാഞ്ഞെത്തിയത്,
അയ്യോ ഷാജിയേട്ടൻ പുറത്തിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ ഷാജിയേട്ടൻ പുറത്ത് തന്നെ ഇരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ പതുക്കെ വരാം, ഞാൻ ഷാജിയേട്ടനെ കാണാം, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയണം. ശരി അലീന ചേച്ചി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അലീനയെ പിടിച്ചുകൊണ്ട് പതുക്കെ പോവാണ്. ഈ സമയം തന്നെ നമ്മുടെ വൈജിയെ കാണിക്കുകയാണ്. അപ്പോൾ വൈജി ആണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയൊരു ശബ്ദം കേൾക്കുകയാണ്. ഇതെന്താ ആരെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ വാതിലിങ്ങനെ കാതോർന്ന് നിൽക്കുമ്പോഴും വ്യക്തമായിട്ട് അങ്ങോട്ടൊന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ വൈജി ആണെങ്കിൽ പതിയെ ഒന്ന് കതക് തുറക്കാം. അപ്പോൾ കതക് തുറന്നിങ്ങനെ നോക്കുകയാണ്. കതക് തുറന്നിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഈ കൃഷ്ണമോള് ചായം കൊണ്ട് വരുന്ന രംഗം കാണുന്നത്. പെട്ടെന്ന് തന്നെ കഥ കടച്ചിട്ട് എന്തൊക്കെ എടുക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കയറി പോര്. അങ്ങനെ ബബിത കൃഷ്ണമോള് ചായം കൊണ്ട് നേരെ അകത്തേക്ക് എന്നാമേ ചായ ഇതെന്താണ് ഈ സമയത്തൊരു ചായ, പുറത്താരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ പുറത്ത് വന്നിട്ടുണ്ട്. ആര് വന്നത്? അത് പിന്നെ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയില്ലേ അതിജീവിത ശരണ്യയും ശരണ്യയുടെ അമ്മയും കൂടി വന്നിട്ടുണ്ട്. അവരോ? എന്തിനാണ് ഇവറ്റകളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നത്? എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് ആ അലീനയാണ്. അലീന ഓരോ ആൾക്കാരെയും വേണ്ടാത്ത ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റിക്കോളും. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലല്ലേ. അപ്പോൾ എന്താ അമ്മ ഇവിടെ ഇല്ലേ? ഇപ്പോൾ അമ്മ എന്താ മരിച്ചുപോയോ എന്ന് ചോദിച്ചപ്പോൾ നീ തന്നെ കളിയാക്കുകയാണ്. എൻ്റെ വീടായിരുന്നെങ്കിലെന്ന് എല്ലാ അധികാരങ്ങളും അലീനയ്ക്ക് കൊടുത്തിരിക്കുകയല്ലേ. അപ്പം എനിക്കിവിടെ വാ തുറക്കാനായിട്ട് പറ്റില്ലല്ലോ. എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടന്നു കൂട്ടുന്നത്. മര്യാദക്ക് അവരെ പറഞ്ഞു വിടാനായിട്ട് നോക്കിക്കുക. അമ്മയൊന്ന് പതുക്കെ. അവർ പുറത്തുണ്ട്, അവർ കേൾക്കുക തന്നെ ചെയ്യും. എന്താ കേട്ടാൽ എന്നെന്താ അവർ വെടിവെച്ച് കൊല്ലോ? എന്തിനാണ് ഇവറ്റകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നമുക്കിപ്പോൾ ചായ വേണം, ചായ എടുത്തുകൊണ്ട് പോയിക്കോ. എനിക്ക് വേണ്ട, അവർക്ക് വേണ്ടിയിട്ട് ചായയല്ലേ. കൊട്ടെ പട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയുടെ പട്ടികളെല്ലാം തെരുവിലാണല്ലോ, അപ്പോൾ അവരെ വെറുതെ വിട്ടേര്, അവരെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ കുടിക്കുക അല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് ദേഷ്യപ്പെട്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ വൈജയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കലി വരികയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ദൈവം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ പതിയെ നേരെ ഷാജിയേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഷാജിയേട്ടൻ എന്ന് പറഞ്ഞാൽ പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നില്ലേ? അതേന്നേ നല്ല പനിയാണ്. ഷാജിയേട്ടൻ ഇന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഷാജിയേട്ടൻ ചായ കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട് അലീന? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഊണ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അയ്യോ ഊണൊന്നും വേണ്ടായെന്നേ. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോയേക്കാം. അതെന്താ ഷാജിയേട്ടാ ഊണ് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഷാജിയേട്ടൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വെട്ടി വിഴുങ്ങിയതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അത് പിന്നെ അതേപോലെ അല്ലല്ലോ. അവിടെ പിന്നെ അതെൻ്റെ വീടാണ്, പക്ഷേ ഇവിടെ മോള് ഒരു ജോലിക്കാരിയല്ലേ, ഇത് മോളുടെ വീടല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഷാജിയേട്ടൻ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതെൻ്റെ വീടാണോ ഇല്ലേന്ന്? എനിക്കങ്ങനൊരു സംശയമുണ്ട്. കാരണം ഇവിടെയുള്ള എല്ലാവരും അലീനയോട് എന്ത് സ്നേഹവും കാണിച്ചു കൂട്ടുന്നത്. ഇവിടുത്തെ സ്വന്തം ആൾക്കാരെ പോലെയല്ലേ അലീനയോട് പെരുമാറുന്നത്. അവർക്കൊക്കെ എന്ത് സ്നേഹമാണ്, അതാ പറഞ്ഞത്. അപ്പം സംശയമൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഷാജിയേട്ടൻ ഇവിടെ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി, കേട്ടല്ലോ. ഇതെൻ്റെ ഓർഡറാണ്, ഇതെൻ്റെ വീടായിട്ട് തന്നെ കണക്ക് കൂട്ടിക്കോ. ഇവിടെ ഉള്ളതൊക്കെ എൻ്റെ അനിയത്തിമാരും അനിയനൊക്കെയാണ്, മനസ്സിലായല്ലോ ഷാജിയേട്ടാ. പിന്നെ എനിക്ക് കുറേ നേരം ഇവിടെ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര നടുവേദനയാണ്, ഞാൻ പോയി കിടന്നോട്ടെ. ശരി അലീന പോയി കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ ബബിതയാണെങ്കിൽ നേരെ ഇതിൻ്റെ അടുത്തേക്ക് ഓടിച്ചില്ല, ബബിതയുടെ അച്ഛൻ്റെ അടുത്തേക്ക്, അതായത് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക്. ബാലേന്ദ്രനെ അച്ഛ ഞാൻ അകത്തോട്ട് കയറിക്കോ, വാതിൽ കുറ്റിയിട്ടിട്ടില്ല, അങ്ങനെ കയറുകയാണ്. അപ്പോൾ ബബിതയാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ മിഴിച്ചിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതെ പറയാനുള്ള കാര്യം പറഞ്ഞോ, എൻ്റെ ജോലി തീർന്നിട്ടാണെങ്കിൽ ഇപ്പോഴെങ്കിലും ജോലി തീരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ കുറേ ഗസ്റ്റുകൾ താഴെ വന്നിട്ടുണ്ട്, എനിക്ക് ഒന്നിനും സമയമില്ല, ഞാനാകെ തിരക്ക് പിടിച്ച ജോലിയിലാണ്, എല്ലാവർക്കും എന്നെ തന്നെയാണ് ആവശ്യം, വന്ന ഗസ്റ്റുകൾക്കും എന്നെ ആവശ്യം. ഗസ്റ്റോ? ഏത് ഗസ്റ്റ്? ആര് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് ആ ശരണ്യയില്ലേ, ശരണ്യയും പിന്നെ ശരണ്യയുടെ അമ്മയും പിന്നെ ആ ഷാജിയേട്ടനും വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അവർ വന്നിട്ടുണ്ടോ? അവർ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഇനി ഊണൊക്കെ റെഡിയാക്കി കൊടുക്കണം. അവരാണെങ്കിൽ എൻ്റെ പിന്നാലെ നടന്ന് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കണം. അത് കൊള്ളാലോ മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തോളണേ, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പാടില്ല. അത് പിന്നെ പറയണോ, അലീന ചേച്ചിയുടെ ഓർഡർ അല്ലേ, അപ്പം പിന്നെ അതിൽ നിന്ന് പിന്മാറാനായിട്ട് പറ്റില്ലല്ലോ, ഞാൻ പോവാണേ, എനിക്ക് തിരക്കാം എന്നും പറഞ്ഞുകൊണ്ട്
ബബിത നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കിയ മേശപ്പുറത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരണ്യയുടെ അമ്മയും കൂടി വരികയാണ്. ഇതൊന്നും വേണ്ടായിരുന്നു, ഞങ്ങൾ പൊയ്ക്കോളാന്നേ. അതെന്താ പൊയ്ക്കോളാന്ന് പറയുന്നത്? ഇനിയിപ്പോൾ കഴിച്ചിട്ടേ വിടുകയുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല, കഴിച്ചേ അടങ്ങുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ഇവരെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛൻ. അച്ഛാ, ഇതാണ് ശരണ്യയുടെ അമ്മ എന്ന് പറയുകയാണ്. അങ്ങനെ ശരണ്യെ നോക്കിയിട്ട് ബാലേന്ദ്രൻ സംസാരിക്കണം. അലീന മോളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മോളൊരു പാവം കുട്ടിയാണെന്നും ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒരു പെൺകുട്ടിയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഞാൻ മോളോട് മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ മോന് വേണ്ടി മോളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുകയാണ്, അയ്യോ, അവൾക്കതിന് സാറിൻ്റെ മോനോട് ഒരു ദേഷ്യവും ഇല്ല. സാറിൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും ആ കൂട്ടത്തിൽ എൻ്റെ മോൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് ഈ ശരണ്യയുടെ കൈകൾ പിടിക്കണം. അപ്പോൾ ശരണ്യ ഒന്ന് തലോടുകയും ബാലേന്ദ്രൻ ശരണ്യയുടെ കൈ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരണ്യക്ക് കണ്ണീരിങ്ങനെ ഒഴുകി വരികയും, കാരണം ഇത്രയും വലിയ ആൾക്കാരൊക്കെ തന്നെ അവിടെ ഇത്രയും സ്നേഹമായിട്ട് പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരണ്യക്ക് ചങ്ക് പൊട്ടുന്നൊരു വേദന അവിടെ അനുഭവപ്പെടുകയാണ്. അങ്ങനെ മോളെ, നീ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. ദേ അമ്മയും പേടിക്കണ്ട കേട്ടോ. ഈ മോള് കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോള് നല്ലൊരു ഭാവിയിലേക്ക് എത്തുക തന്നെ ചെയ്യും. എന്തായാലും ഷാജി എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഷാജി പുറത്താണെന്നും പറയുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ശരണ്യയോടും അതേപോലെ തന്നെ അമ്മയോടും പറയണ കേട്ടല്ലോ, ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, പോയി കൈ കഴുകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈ കഴുകി ടേബിളിൽ ഇങ്ങനെ ഇരിക്കാം. എന്ന് കഴിഞ്ഞപ്പോഴേക്കും വിളമ്പി കൊടുക്കുകയാണ്. ശരണ്യൊക്കെയാണെങ്കിൽ അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇതെന്താ, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടായിരുന്നു. അതെന്താ, നിങ്ങൾ ചോറ് കഴിക്കില്ലേ? അല്ല, ഞങ്ങൾ ഇതേപോലെയൊന്നും വേറൊരു വീട്ടിലും പോയൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അല്ല, ഇത്രയും വലിയ വീട്ടിലൊന്നും ആദ്യമായിട്ടാണ്. അതെ, ഇത്രയും വലിയ വീടെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷേ ഇവിടെ മേടിക്കുന്നതും അരി തന്നെയാണ്. അരി വേണ്ടാൻ ചോറുണ്ടാക്കിയത്, പിന്നെ പച്ചക്കറിയും മീനും അതൊക്കെയും മാർക്കറ്റിൽ തന്നെയാണ് ഞങ്ങൾ മേടിക്കുന്നത്. അല്ലാതെ ഇവിടെ വേറൊരു വ്യത്യാസമൊന്നുമില്ല. കഴിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.